വീണ്ടും ജെൻസന് സ്വപ്ന സാക്ഷാത്കാരം. ജെൻസൺ, നമ്മുടെ ശ്രുതിയുടെ അതേ ജെൻസൺ. ജെൻസൺ ജീവിച്ചിരിക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങളായിരുന്നു ശ്രുതിക്ക് സ്വന്തമായൊരു വീടും ജോലിയും. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി തനിച്ചാവാതിരിക്കാൻ, അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ. ഇപ്പോഴിതാ ശ്രുതിക്ക് ജോലി നൽകുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജെൻസന്റെ സ്വപ്നമായിരുന്നു ശ്രുതിക്ക് സ്വന്തമായൊരു വീട്. കൽപ്പറ്റയിൽ മരിയ ജോൺ ദാസ്, ലീന ദമ്പതികൾ ശ്രുതിക്കായി വിട്ടു നൽകിയ 11.5 സെന്റിലാണ് ശ്രുതിക്ക് വീടൊരുങ്ങുന്നത്. 1500 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത് തൃശൂർ ചാലക്കുടി സ്വദേശികളായ ഡെനീഷ് ഡേവിസ്, ഇനോക്ക് ജോസഫ് ആൻ്റണി എന്നിവരാണ്. നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയോളം ചെലവ് വരും. വീട് 120 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ 30-നാണ് ചുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായത്. അന്ന് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ കുടുംബത്തിലെ 9 പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. പിന്നീട് ശ്രുതിക്ക് താങ്ങും തണലുമായിരുന്ന പ്രസ്തുത വരൻ ജെൻസനെയും വിധി ശ്രുതിയിൽ നിന്നും തട്ടിയെടുത്തു. ഒരു വാഹനാപകടത്തിലായിരുന്നു ജെൻസനെ മരണം കൊണ്ടുപോയത്. വാഹനാപകടത്തിൽ ശ്രുതിക്കും സാരമായി പരിക്കേറ്റു. കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ശ്രുതി ആംബുലൻസിലാണ് വീടൊരുക്കുന്ന സ്ഥലത്തെത്തിയത്. ആംബുലൻസിൽ ഇരുന്നു കൊണ്ട് തന്നെ തറക്കല്ലിടുന്ന ചടങ്ങുകൾ കാണുന്ന ശ്രുതി ഒരു സങ്കട കാഴ്ചയായിരുന്നു. 2 മാസത്തിനിടെ ശ്രുതി നേരിട്ടത് ഒത്തിരി ദുരന്തങ്ങളാണ്. ജീവിതം തന്നെ കൈവിട്ടുപോയ ശ്രുതിക്ക് ഡോക്ടർമാരുടെ കൗൺസിലിങ്ങും ബന്ധുക്കളുടെ സാന്നിധ്യവും സിദ്ദിഖ് MLA സാന്ത്വനവും നാട്ടുകാരുടെ സ്നേഹസാന്ത്വനവുമായി അതിജീവനത്തിൻ്റെ പാതയിലാണ്. അവളിപ്പോൾ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഇച്ഛായൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി സാക്ഷാത്കരിക്കാൻ, തൻ്റെ വിധിയെ പൊരുതി തോൽപ്പിക്കാൻ. നേരത്തെ വ്യവസായ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂർ ശ്രുതിക്ക് വീട് വയ്ക്കുന്നതിനായി 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിരുന്നു. വ്യാപാരി വ്യവസായികളുടെ പിന്തുണയുമായി ശ്രുതിക്ക് 3 ലക്ഷം രൂപയും കൈമാറിയിരുന്നു.